എല്ലാത്തരം ഫലങ്ങളിൽ നിന്നും നീ ഭക്ഷിച്ചുകൊള്ളുക. എന്നിട്ട് നിന്റെ രക്ഷിതാവ് സൗകര്യപ്രദമായി ഒരുക്കിത്തന്നിട്ടുള്ള മാർഗങ്ങളിൽ നീ പ്രവേശിച്ചുകൊള്ളുക. അവയുടെ ഉദരങ്ങളിൽ നിന്ന് വ്യത്യസ്ത വർണ്ണങ്ങളുള്ള പാനീയം പുറത്തുവരുന്നു. അതിൽ മനുഷ്യർക്ക് രോഗശമനം ഉണ്ട്. ചിന്തിക്കുന്ന ആളുകൾക്ക് തീർച്ചയായും അതിൽ ദൃഷ്ടാന്തമുണ്ട്. ഈ വചനത്തിൽ തേനീച്ചകളിലെ പെണ്ണീച്ചകളെ അഭിസംബോധനം ചെയ്തുകൊണ്ടാണ് നീ പാർപ്പിടങ്ങൾ ഒരുക്കുക, നീ ഭക്ഷിച്ചുകൊള്ളുക എന്നിങ്ങനെ പറഞ്ഞത്. അഥവാ പാർപ്പിടങ്ങൾ ഒരുക്കാനും തേൻ ശേഖരിക്കുവാനുമുള്ള ദൈവിക കൽപ്പന പെൺ തേനീച്ചകൾക്കാണ് ദൈവം നൽകിയിട്ടുള്ളത് എന്നർത്ഥം. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നിരക്ഷരനായ പ്രവാചകൻ മുഹമ്മദിലൂടെ വെളിപ്പെടുത്തിയ ഈ സ്ത്രീപക്ഷ അഭിസംബോധനയുടെ രഹസ്യം 17-ാം നൂറ്റാണ്ടിൽ മാത്രമാണ് മനുഷ്യന് കണ്ടെത്താനായത്. 1876-ൽ ഹോളണ്ടുകാരനായ സോമർഡാമാണ് തേനീച്ചകളിലെ തൊഴിലാളികൾ സ്ത്രീകളാണെന്ന് കണ്ടെത്തിയത്. തേനീച്ചകളുടെ ഒരു സംഘത്തിൽ റാണി, ജോലിക്കാർ, മടിയന്മാർ എന്നിങ്ങനെ 3 വിഭാഗമാണുണ്ടാവുക. ഇവ മൂന്നും തങ്ങളുടെ കോളനികളിൽ അതത് ജോലികളിൽ സ്ഥിരോത്സാഹികളായിരിക്കും. കോളനിയുടെ 3 വ്യത്യസ്ത ഭാഗങ്ങളിലായാണ് ഇവ വസിക്കുന്നത്. തേനീച്ചകളിൽ 90% അംഗങ്ങളും വേലക്കാരാണ്. വലിയ ഒരു കോളനിയിൽ 80,000-ഓളം വേലക്കാരുണ്ടാകും. ഇവ പ്രജനന ശേഷിയില്ലാത്ത പെണ്ണീച്ചകളാണ്. ചെറിയ ശരീരമാണ് ഇവയുടേത്. തേനറകളുടെ നിർമ്മാണം, പൂമ്പൊടിയും തേനും ശേഖരിക്കൽ, കൂട് വൃത്തിയാക്കൽ, കുഞ്ഞുങ്ങളുടെ പരിപാലനം, കാവൽ, തേനീച്ച സമൂഹത്തെ ശത്രുക്കളിൽ നിന്ന് സംരക്ഷിക്കൽ ഇതെല്ലാം ഈ വിഭാഗത്തിന്റെ ചുമതലയാണ്. ഇവ നിർവഹിക്കാനാവശ്യമായ ശാരീരിക ക്ഷമതയും സംവിധാനവും ഇവക്ക് നൽകിയിട്ടുണ്ട്. തേൻ ശേഖരിക്കുന്നതിനും കൂട് നിർമ്മിക്കുന്നതിനും ആവശ്യമായ വിധം നീളമുള്ള കാലുകൾ, ശക്തിയുള്ള താടി, ഉദരഭാഗത്ത് മെഴുകുഗ്രന്ഥികൾ, തേൻ ഊറ്റിയെടുക്കാനാവശ്യമായ നീണ്ട നാവ്, വിഷസൂചി എന്നിവയും അവക്ക് നൽകിയിട്ടുണ്ട്. ആൺ ഈച്ചകൾ മടിയന്മാരാകുന്നു. പ്രജനന ശേഷിയുള്ളവയാണവ. റാണിയുമായി ഇണചേരുകയാണവരുടെ ജോലി. വലിയ ശരീരമാണ് അവയ്ക്കുണ്ടാവുക. വേലക്കാർക്കുള്ള ശാരീരിക ക്ഷമത അവയ്ക്കുണ്ടാകില്ല. ഇവ വേഗം ചത്തുപോകും. അവക്ക് വേലക്കാരായ പെണ്ണീച്ചകളെപ്പോലെ ജോലിയെടുക്കാനുള്ള കഴിവ് ഒട്ടും നൽകപ്പെട്ടിട്ടില്ല. അതിനാലാണ് അവയെ മടിയന്മാർ എന്ന് വിളിക്കുന്നത്. ഈ വക കാര്യങ്ങളാലാണ് പാർപ്പിടങ്ങളൊരുക്കൽ, തേൻ ശേഖരണം, കൂട് നിർമ്മാണം തുടങ്ങിയ ഉത്തരവാദിത്തങ്ങൾ അല്ലാഹു പെണ്ണീച്ചകളെ ഏൽപ്പിച്ചത്. ദൈവമാണ് ഏറ്റവും നന്നായി അറിയുന്നവൻ. തേനീച്ചകളുടെ അനിതര സാധാരണമായ കഴിവുകളെക്കുറിച്ച് നാം ബോധവാന്മാരല്ല. ശീതകാലത്ത് കിട്ടാത്തതും പൂക്കളിൽ ഉണ്ടാകുന്നതുമായ സ്വേദസ്രവമാണ് തേനീച്ചകളുടെ ഭക്ഷണം. ഇത് പരാഗണം നടത്തുന്നതിനാവശ്യമായ പ്രാണികളെ ആകർഷിക്കാനായി പൊടിഞ്ഞുവരുന്ന വിയർപ്പു കണികകളാണ്. തേനീച്ചകൾ വേനൽക്കാലത്ത് ശേഖരിക്കുന്ന പൂക്കളിലെ സ്വേദസ്രവം അവയുടെ ശരീരത്തിലെ ഒരു പ്രത്യേക തരം സ്രവവുമായി യോജിപ്പിച്ച് തേനായി പുറത്തുവരുന്നു. ഇത് ശീതകാലത്തേക്ക് തേനീച്ചകൾ കരുതിവെക്കുന്നു. ഇങ്ങനെ ശേഖരിച്ചു വെക്കുന്ന തേൻ ശീതകാലത്തെ അവയുടെ ആവശ്യത്തിൽ കൂടുതലായിരിക്കും. തേനീച്ചകൾ എന്തിനാണ് ആവശ്യത്തിൽ കൂടുതൽ തേൻ ശേഖരിച്ചു വെക്കുന്നത്? ഈ ചോദ്യത്തിനുള്ള മറുപടി ദൈവികമാണ്. അവനാണല്ലോ അവയോട് അതിന് നിർദ്ദേശിച്ചത്. തേനീച്ചകൾ അവയ്ക്കുവേണ്ടി മാത്രമല്ല തേൻ ശേഖരിക്കുന്നത്, അത് മറ്റുള്ളവർക്ക് കൂടിയാകുന്നു, പ്രത്യേകിച്ച് മനുഷ്യരുടെ ആവശ്യങ്ങൾക്കു വേണ്ടി. ശമനൌഷധം. തേനീച്ച ഉൽപ്പാദിപ്പിക്കുന്ന തേൻ പ്രകൃതിജന്യമായ അത്ഭുത ദ്രാവകമാകുന്നു. മമ്മകളെ പൊതിയാൻ ഈജിപ്തുകാർ ഉപയോഗിച്ചിരുന്നത് തേനായിരുന്നു. എന്നാൽ തേനിന്റെ അത്ഭുതകരമായ